അങ്ങനെ നമ്മൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ ഹൈക്ക് ചെയ്തിട്ട് ഡ്രീം ലേക്ക് എന്ന് പറയുന്ന ആ ഒരു തടാകത്തിൻ്റെ അരികത്ത് എത്തിയിട്ടുണ്ട്. കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് വിവരിക്കാവുന്നതിലും അപ്പുറമാണ് ഇവിടെ നിന്നിട്ടുള്ളൊരു കാഴ്ച എന്ന് പറയുന്നത്. Namaskaram from Rocky Mountain National Park in Colorado. അപ്പോൾ നമ്മുടെ എല്ലാ ചങ്ക് സുഹൃത്തുക്കൾക്കും ദ വൺലെസ് കപ്പിളിൻ്റെ പുതിയൊരു യാത്രാ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി മോർണിംഗ് ആണ്. നമ്മളിപ്പോൾ ഉള്ളത് അമേരിക്കയിലെ കൊളറാഡോ എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് ബോൾഡർ എന്ന് പറയുന്ന ഒരു ടൗണിലാണ്. ലോക പ്രശസ്തമായിട്ടുള്ള റോക്കി മലനിരയുടെ താഴ്വാരത്ത് കിടക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല അടിപൊളി കാലാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ തണുപ്പ് ഒരു 15 ഡിഗ്രി സെൽഷ്യസ്, അതാണ് ടെമ്പറേച്ചർ. ഇവിടെ ഇന്നത്തെ ട്രിപ്പ് നമ്മൾ പോകുന്നത് റോക്കി മൗണ്ടൻ നാഷണൽ പാർക്കിലേക്കാണ്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഹോട്ടലാണിത്. ഇവിടുന്ന് ഏകദേശം ഒരു 45 മിനിറ്റ് ഡ്രൈവാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണ് ഓൺ ദ വേയിലും. അപ്പം നമുക്ക് എന്താ പറയുക, വഴിയോര കാഴ്ചകൾ കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പാർക്കിൽ ചെന്നിട്ട് പറയാം. ഓക്കെ. നമ്മളിതേ ആ എൻട്രൻസിൻ്റെ അവിടെ എത്തി. പക്ഷെ ഒരു ലോഡ് വാഹനങ്ങൾ ലൈനിൽ കിടക്കുന്നുണ്ട്. ഈവൻ പാർക്ക് റേഞ്ചറുടെ വണ്ടിയൊക്കെ എന്താ പറയുക, പോലീസിൻ്റെ വണ്ടി പോലെ കംപ്ലീറ്റ് ലൈറ്റൊക്കെ നിയോൺ ബൾബൊക്കെ മൊത്തം കത്തിച്ചിട്ട് അവിടെ നിന്ന് ട്രാഫിക് കൺട്രോൾ ചെയ്യാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഈ നിർത്തിയിരിക്കുന്ന ഒരു സ്പോട്ട് എന്ന് പറയുന്നത് ബെയർ ലേക്കിലേക്കുള്ളൊരു ഹൈക്കിംഗ് ആണ്. ബെയർ ലേക്ക്, ഡ്രീം ലേക്ക്, അങ്ങനെ എന്താ പറയുക 2-4 തടാകങ്ങളുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ എന്താ പറയുക ഈ ഒരു പൈൻ ഫോറസ്റ്റിനുള്ളിൽ കൂടെ അങ്ങോട്ട് ഹൈക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എന്താ പറയുക നല്ല തണുപ്പുമായി തുടങ്ങി. അത് കാരണം എക്സ്ട്രാ സംഭവങ്ങളില്ലെങ്കിൽ ഉണ്ടല്ലോ, തണുത്ത് നമ്മുടെ ഊപ്പാടിളകും. അത് കാരണം കട്ടിയുള്ളത് എന്തെങ്കിലും എടുത്ത് ഇടണം. ഓക്കെ, നമ്മുടെ ബാക്ക് പാക്ക് സെറ്റപ്പ് ചെയ്യുകയാണ്. വെള്ളം, കുടിക്കാനുള്ള വെള്ളം, അത്യാവശ്യം എന്താ പറയുക സ്നാക്സ്, അങ്ങനെ എല്ലാ സംഭവങ്ങളും എടുത്തിട്ട് വേണം പോകാൻ. കാരണം ഇത് ഒരു 2-3 മണിക്കൂർ എടുക്കും ഈ ഒരു ഹൈക്ക് നമ്മൾ തിരിച്ച് നമ്മുടെ വണ്ടിയിൽ എത്താനായിട്ട്. ലുക്ക് അറ്റ് ദ കാർ. ഇതേപോലെ ഒരു 5-6 ലൈനിലാണ് ഈ ഒരു പാർക്കിംഗ് സ്ലോട്ടിൽ. എനിക്ക് തോന്നുന്നത് ഈ പാർക്കിൽ തന്നെ ഏറ്റവും വലിയൊരു പാർക്കിംഗ് സ്ലോട്ടാണ് ഈ ബെയർ ലേക്ക് പാർക്കിംഗ് സ്ലോട്ട് എന്ന് പറഞ്ഞത്. കാരണം ഈ റോക്കി മൗണ്ടൻ നാഷണൽ പാർക്കിലെ വൺ ഓഫ് ദ ബെസ്റ്റ് സീനിക് സ്പോട്ടാണ്. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഇത്രയും ഹൈക്കിംഗ് ഏരിയകളുണ്ട്, ഒരുപാട് ലേക്കുകളുണ്ട്, അതേപോലെ എന്താ പറയുക വാട്ടർഫാൾസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നമ്മളിപ്പോൾ പോകുന്നത് ഈ ഡ്രീം ലേക്ക് എന്ന് പറയുന്നതാണ്. ഇവിടുന്ന് 1.1 മൈലാണ് ആ ഒരു ഹൈക്കിങ്. അതായത് ഏകദേശം ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത്. ഒരു രക്ഷയിൽ ഒടുക്കത്തെ തിരക്കാണ്. ഇതാണ് ഹൈക്കിംഗ് ട്രയലൊക്കെ ഇപ്പോഴും മഞ്ഞു ഐസ് കട്ട വീണ് കിടക്കുന്ന ഒരു ഹൈക്കിംഗ് ട്രയലാണ്. നല്ല റിസ്ക് ഉണ്ട്, നോക്കി കണ്ടും പോയില്ലെങ്കിൽ പണി കിട്ടും.
നമ്മുടെ ആദ്യത്തെ ഒരു സ്പോട്ടിൽ അങ്ങനെ നിർത്തി ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ കണ്ടില്ലേ. ശരിക്കും നമുക്ക് പോകേണ്ട ലേക്ക് ഇതല്ല, ഡ്രീം ലേക്ക് എന്ന് പറഞ്ഞത് ഇതല്ല. പക്ഷേ ഇത് അതിന് മുമ്പുള്ളൊരു കൊച്ചു ലേക്കാണ്. സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ ഒക്കെ എന്താ പറയുക, നമ്മൾ വെള്ളത്തിൻ്റെ മുകളിലാണ് ശരിക്കും നിൽക്കുന്നത്. ഈ ഐസ് മൊത്തം വെള്ളത്തിൻ്റെ മുകളിൽ കട്ടയായിട്ട് കിടക്കണ കാരണം നമുക്ക് കണ്ടോ ഈ ഒരു ഇതിവിടം വരെ നടന്നു പോവാം. ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത് പിക്ചറൊക്കെ എടുത്ത് ഒത്തിരി നേരം നിന്നിട്ട് പോകും. കാരണം ഇവിടെ നിന്ന് നമുക്കിവിടുന്ന് പോകാൻ തോന്നില്ല. That was a good exercise. നമ്മൾ വീണ്ടും ഹൈക്ക് ചെയ്ത് മുന്നോട്ട് പോവാണ്. നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ കണ്ടോ അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഹൈക്ക് ചെയ്ത് പോണത്. ഒത്തിരി മഞ്ഞുള്ളടുത്ത ആൾക്കാർ താഴത്തേക്ക് ഇറങ്ങി വരാൻ പാടുവിടുക. തെന്നി അടിച്ചു കഴിഞ്ഞാൽ തല പോയി പാറയിലടിക്കും. ഒരു രക്ഷയിൽ ആൾക്കൂട്ടം വരുന്നതാണ്. അല്ല മീൻ പിടിക്കുന്ന ആൾക്കാർ ഒത്തിരി വന്നാണ്ട. നമ്മളിതേ അങ്ങനെ ഏകദേശം എന്താ പറയുക ഡ്രീം ലേക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഒരു രക്ഷയില്ലാത്ത വ്യൂ മച്ചന്മാരെ. ഗായ്സ് നമ്മൾ ഈ നടന്നു പോണ ഈ ഒരു സൈഡ് കണ്ടോ, ഇത് ആക്ച്വലി എൻ്റെ വയറിൻ്റെ അപ്പം പൊക്കത്തിലാണ് ഈ മഞ്ഞ് കിടക്കുന്നത്. നോ സ്റ്റോപ്പ് ദേർ. മഴ ഇടിച്ചു കുത്തി വരുന്നുണ്ട്. ഓ മഴ പെയ്യല്ലേ. നോ stop right there. ഗായ്സ് മഴ വന്നാൽ പെട്ട് തണുത്ത് വിറച്ച് മരവിച്ച് പോവും. പിന്നെ നമ്മുടെ ക്യാമറയും കാര്യങ്ങളൊക്കെ എട്ടിൻ്റെ പണിയാവും. ദൈവമേ കുറച്ച് നേരത്തേക്ക് മഴ ഹോൾഡ് ചെയ്യണേ. ഇതുണ്ട് ചില സ്ഥലത്തൊക്കെ നമ്മൾ ഇറങ്ങി പോണവിടെ ഈ മഞ്ഞ് അലിഞ്ഞ് എന്താ പറയുക വെള്ളം കൂടെ വന്ന് തെന്നി അടിച്ച് കിടക്കുന്നതാണ്. ഈ മഞ്ഞിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, മഞ്ഞ് വീഴുമ്പോൾ ആ സമയത്ത് അതിൻ്റെ മുകളിൽ നടക്കാൻ നല്ല സുഖമാണ്. പക്ഷേ കുറേ നേരം ആൾക്കാർ അതിൻ്റെ മുകളിൽ നടന്ന് ഈ സാധനം ഉറച്ച് ഐസ് കട്ട പോലെയാവും. ആ സമയത്തുള്ള കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പോവും, തെന്നിപ്പോവും. വളരെ നൈസായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, ഇത് ശരിക്കും എട്ടിൻ്റെ പണി കിട്ടുന്ന ഒരു സംഭവമാണ്. ഇവിടുന്ന് തെന്നി കഴിഞ്ഞാൽ നല്ല ആഴമുള്ള വെള്ളത്തിലേക്കാണ് പോവുക. ഒഴിക്കുക
ഇനി കുറച്ചുകൂടെ മേളിലേക്ക് ഹൈക്ക് ചെയ്യണം. എമറാൾഡ് എന്ന് പറയുന്ന ലേക്ക്. അവിടെ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ കട്ടയും പടം മടങ്ങുന്നു തോന്നണേ. പക്ഷെ പോയി വരുന്ന എല്ലാവരും പറയണ അടിപൊളിയാണെന്ന് പറയണേ. അതുപോലത്തെ കമ്പും കോലും ഒക്കെ ആയിട്ട് നമ്മൾ വന്നാൽ കുറച്ചും കൂടെ സേഫാണ്. നമ്മൾ ആക്ച്വലി നടന്ന് ഈ മലയുടെ ഏറ്റവും ടോപ്പ് ഭാഗത്ത് എത്താറായി. അതായത് സമുദ്രനിരപ്പിൽ നിന്നും 14,110 അടിയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഇവിടുന്ന് ഇനി ആ കാണുന്നൊരു പാറക്കെട്ടിൻ്റെ മണ്ടയിലെത്തിയാൽ ഏറ്റവും ടോപ്പായി. പെട്ടു ഗായ്സ്. ഇത് കണ്ടോ, ചില സ്ഥലത്ത് ഇതേപോലെ അപകടങ്ങളുണ്ടാവും. നമ്മൾ നടക്കുമ്പോൾ കാല് താന്നു പോകും. അതൊക്കെ നമ്മൾ സൂക്ഷിക്കണം. ചിലപ്പോൾ അതിൻ്റെ അടിയിൽ കല്ലുണ്ടാവാം, മരം ഉണ്ടാവും. ഞാനിപ്പോൾ പെട്ടതിൻ്റെ അടിയിൽ ഒരു മരത്തിൻ്റെ കഷ്ണം ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഞാൻ ഓർക്കാപ്പുറത്ത് വന്ന് ഇതിൻ്റെ അകത്തേക്കാണ് പെട്ടത്. ഇതുണ്ടോ, കുറ്റിയാണ് നിൽക്കുന്നത് മരത്തിൻ്റെ. ഇതിലാണ് ചവിട്ടിയത്. That was my skiing board. Look. ഇടയ്ക്ക് ഈ പെയ്യുന്ന ചന്നം പിന്നെ മഴയുണ്ടല്ലോ, ഒരുമാതിരി ചതിയാണച്ചോ. നൈസായിട്ട് മഴ ചാറുന്നുണ്ട്. നമ്മളപ്പോൾ എന്താ പറയുക, മഴയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു പാറക്കഷ്ണം കുട പോലെ തലക്ക് വേളി നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മളതിൽ ഷെൽട്ടർ എടുത്തേക്കാണ്. 3 മണിക്കൂറത്തെ മലകയറ്റത്തിന് ശേഷം നമ്മളങ്ങനെ എന്താ പറയുക, ലാസ്റ്റത്തെ ലേക്കായ എമറാൾഡ് എന്ന് പറയുന്ന ആ ഒരു ലേക്കിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു വ്യൂ നിങ്ങൾ നേരിട്ട് അങ്ങോട്ട് കാണുക. ഓക്കെ, ഇതിൽ വെള്ളം എന്ന് പറഞ്ഞാണല്ലോ കണ്ണീര് പോലത്തെ വെള്ളമാണ്. ഇത്ര ക്ലിയർ ആണ്. അതിന് മുകളിൽ മൊത്തം ഇതുണ്ട്, ഐസ് വീണ് കട്ടയായിട്ട് കിടക്കുകയാണ്. ഒരു രക്ഷയില്ല. ഇപ്പം ഇങ്ങനെ എല്ലാവർക്കും എമറാൾഡ് ലേക്ക് ഇഷ്ടമായില്ല. ഒരു രക്ഷയിലായിരുന്നു. കുറേ നേരം കൂടെ ഇവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഇനി ഒരു 3 മണിക്കൂർ കൊണ്ട് വേണം നമുക്ക് താഴത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥ തെളിച്ചുണ്ട്. അപ്പോൾ നമ്മൾ താഴത്തേക്ക് പോകണം. Here we go. Good job, buddy. High five. Good job. That's pretty easy. Yeah. Wait, I'm coming there to get you. Are these gonna move on me? No. നമ്മളങ്ങനെ തിരിച്ച് കാലത്ത് വണ്ടി നിർത്തിയ പാർക്കിങ്ങിൽ എത്തിയിട്ടുണ്ട്. കണ്ടത് ഇനി നമ്മൾ ഈ ഒരു സൈഡ് പോയി കഴിഞ്ഞാൽ ഇവിടുത്തെ മെയിനായിട്ടൊരു ലേക്ക് ഉണ്ട്, ബെയർ ലേക്ക് എന്ന് പറയും. ഈ ആൾക്കാരൊക്കെ അവിടുന്ന് തന്നെതാ. അങ്ങനെ നമ്മൾ ഗംഭീര ഹൈക്കൊക്കെ കഴിഞ്ഞ് താഴത്ത് ഇറങ്ങി വന്ന് നൈസായിട്ട് കുറച്ച് ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ഒരു പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാഷണൽ പാർക്കിലെ മെയിനായിട്ടുള്ളൊരു സംഭവമാണ് ട്രെയിൽ റിഡ്ജ് റോഡ് എന്ന് പറയുന്നത്. വളരെ സീനിക്കായിട്ടുള്ള ഒരു ഡ്രൈവാണ്. അത് ഏകദേശം ഒരു 10-80 കിലോമീറ്ററോളം ഉണ്ട് ഈ പാർക്കിനകത്ത് തന്നെയായിട്ട്. കാരണം ഈ ഒരു പാർക്ക് എന്ന് പറയുന്നത് 2,60,000 ഏക്കർ സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്നതാണ് ഈ റോക്കി മൗണ്ടൻ നാഷണൽ പാർക്ക്. അപ്പോൾ നമ്മൾ എന്താ പറയുക, നൈസായിട്ട് ഈ സീനിക് ഡ്രൈവ് എടുത്തിട്ട്, അതായത് ഇവിടുന്ന് തുടങ്ങി എന്താ പറയുക കറങ്ങി ഇത് ഈ എന്താ പറയുക
ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തും, അതായത് 14,110 അടി. ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകാം. ഒരുപാട് എന്താ പറയുക, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനറികളാണ്. അപ്പോൾ നമുക്കിനി നോക്കാം എന്താണ് ഈ സീനിക് ഡ്രൈവിലെ കാഴ്ചകളെന്ന്. ഓക്കെ, വഴിമാറട മുണ്ടക്കൽ ചേകര.